ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റി നല്ല മധുരമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ഒരു ടീ കേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കസ്റ്റേർഡ് റവ കേക്കാണ് കേട്ടോ. അടിപൊളിയാണ്. മൈദ ഒന്നും വേണ്ട, എഗ്ഗ് വേണ്ട, ബീറ്റർ വേണ്ട, ഓവൻ വേണ്ട, മുട്ട വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് നമ്മുടെ സാധാ ചായ ഗ്ലാസ്സില്ലേ ആ ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തതോ വറുക്കാത്തതോ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് തന്നെ അതേ സെയിം 1/4 ഗ്ലാസ് തന്നെ ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ഗ്രാമ്പും പിന്നെ ഒരു ചെറിയ പീസ് പട്ടയും കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. റവ ഒരുപാട് അങ്ങ് പൊടിയൊന്നുമില്ല കേട്ടോ, പക്ഷേ പഞ്ചസാര പൊടിഞ്ഞോളും. ഇനിയിപ്പോൾ പട്ടയുടെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ അരിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഭാഗം ഓയിൽ എടുത്തിട്ട് അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഈ ഓയിൽ ഈ റവയുടെ ഒക്കെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഈ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചെറിയതായി പോയതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചൂടില്ലാത്ത സാധാ പാലാണ് ഒഴിച്ച് കൊടുക്കണത്. ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ വിചാരിക്കും കുറച്ച് ലൂസായിട്ടുണ്ടെന്ന്, പക്ഷേ ഇത് കുറച്ച് നേരം വെക്കുമ്പോൾ റവ ഈ പാലെല്ലാം കുടിച്ചിട്ടുണ്ടാവും കേട്ടോ. കറക്റ്റായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇവിടെ അടച്ച് വെക്കാം കേട്ടോ. 10 മിനിറ്റിന് ശേഷം ഇതേ റവ അത്യാവശ്യം പാലൊക്കെ കുടിച്ചിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വേറൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 5 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 5 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത് ഒരു അരിപ്പയിലേക്ക്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസെൻസും. വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു യെല്ലോ കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 നുള്ള് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാണ്ട് ശരിക്ക് മിക്സ് ചെയ്യാം കേട്ടോ. പയ്യെ മിക്സ് ചെയ്യണം. ഒരുപാട് കുത്തി ഇളക്കി മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ പയ്യെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ടൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ. അത് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടു നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലത്തെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ചെറിയൊരു ലൂസിലായിരിക്കും കേട്ടോ ഇതുണ്ടാവുക. ഇനി നന്നായിട്ടൊന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ഇത് ബേക്ക് ചെയ്യണത് ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് അടിതട്ടുള്ള ഒരു പാത്രം വെക്കുക. അതിലേക്കൊരു റിങ് വെച്ച് കൊടുത്തിട്ട് അതിലാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്യണത്. ഇനി ഇതിലേക്ക് വെച്ചിട്ട് എനിക്കിവിടെ ഒരു 30 മിനിറ്റാണ് കേട്ടോ എനിക്ക് സമയം എടുത്തത്. അത് ഓരോ പാത്രത്തിൻ്റെയും തീടൊക്കെ ഇതനുസരിച്ചിരിക്കും കേട്ടോ. ഞാനൊരു 30 മിനിറ്റ് ഒരു 25 മിനിറ്റൊക്കെ ആയപ്പം തുറന്ന് നോക്കിയിരുന്നു, പക്ഷെ നടുഭാഗം വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചപ്പോൾ ശരിയായിട്ടുണ്ട്. ഞാനത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയത് കൊണ്ടാണ് നടുക്കലൊന്ന് അങ്ങനെ ഒന്നൊരു കുഴി പോലെ വന്നത് കേട്ടോ. പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ്. നല്ല എന്താ പറയുക നല്ല ചൂട് ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ സിമ്പിൾ കേക്കാണ് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ടായിരുന്ന അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും റവയും കസ്റ്റേർഡ് പൗഡറും ഉണ്ടെങ്കിൽ പാലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കേക്കാണ്. ഇതിൽ വേറെ നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.